ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 16 അധ്യായം 7 വാക്യം. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. മഹാ അഹംഭാവിയായ ഒരു രാജ്ഞി ഒരിക്കൽ ആഫ്രിക്കയിലെ ഒരു പ്രവിശ്യ ഭരിച്ചിരുന്നു. താൻ അതീവ സുന്ദരിയാണെന്നായിരുന്നു അവരുടെ ധാരണ. എന്നാൽ അതിവിരൂപയായിരുന്നു അവർ. ആ കാലത്ത് നിലക്കണ്ണാടി പ്രചാരത്തിലില്ലായിരുന്നതിനാൽ രാജ്ഞിക്ക് തൻ്റെ വൈരൂപ്യം കാണാൻ ഒരിക്കലും അവസരമുണ്ടായതുമില്ല. രാജ്യത്തുള്ള സുന്ദരിമാരെയെല്ലാം അധിക്ഷേപിച്ചിരുന്ന രാജ്ഞിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആ രാജ്യത്തെ മന്ത്രി തീരുമാനിച്ചു. അതിനുള്ള മാർഗം അന്വേഷിക്കുന്ന സമയത്താണ് കണ്ണാടിയെക്കുറിച്ച് മന്ത്രി കേട്ടത്. എന്ത് വില കൊടുത്തും ഒരു കണ്ണാടി വാങ്ങാൻ മന്ത്രി തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഭൃത്യന്മാരെ അയച്ചു. വളരെ നാളത്തെ അന്വേഷണത്തിന് ശേഷമാണ് അവർ കണ്ണാടി കണ്ടെത്തിയത്. വലിയ വില നൽകി അവർ അത് വാങ്ങി മന്ത്രിയുടെ മുന്നിലെത്തിച്ചു. താമസം വിന മന്ത്രി ആ കണ്ണാടി രാജ്ഞിക്ക് സമ്മാനമായി നൽകി. കണ്ണാടിയിൽ സ്വന്തം പ്രതിരൂപം കണ്ട രാജ്ഞി ഞെട്ടിപ്പോയി. കോപിഷ്ഠിയായ അവർ കണ്ണാടി വലിച്ചെറിഞ്ഞു. കുറച്ചു സമയത്തിനകം ആത്മസംയമനം വീണ്ടെടുത്ത രാജ്ഞി തൻ്റെ അഹംഭാവത്തെയും പോരായ്മകളെയും കുറിച്ചോർത്ത് പരിതപിച്ചു. ശിഷ്ടകാലം എല്ലാവർക്കും പ്രിയങ്കരിയായ ഭരണാധികാരിയായി അവർ രാജ്യം ഭരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ അഹംഭാവവും സ്വാർത്ഥതയോ വല്ലതും വളരുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് താഴ്മയുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം, കർത്താവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സ്വാർത്ഥതയും ഞങ്ങളുടെ അഹങ്കാരവും പൂർണ്ണമായി മാറ്റുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.